ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സി പി സുരൂസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാൽപ്പാടയിൽ നിന്നും എങ്ങനെ നെയ്യെടുക്കാമെന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എടുത്തു വച്ച പാൽപ്പാടയിലേക്ക് തൈര് ഉറയൊഴിച്ചതിന് ശേഷം വെണ്ണയാക്കി അതിനെ നെയ്യാക്കി ഉരുക്കിയെടുക്കുന്നതാണ് ശരിയായ രീതി എന്നത്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോകാം. 1 ലിറ്റർ പാലിൽ നിന്നും എടുത്തു വെച്ച പാൽപ്പാടയാണിത്. ഇത് ഞാൻ എടുത്തു വെച്ച് ഒരു കണ്ടെയ്നർ പോലെയുള്ള 3-4 കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ വെച്ചിട്ടുള്ളതാണ്. 1 മാസവും ഒരാഴ്ചയും കഴിഞ്ഞ ശേഷം എടുത്ത് തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റീലിൻ്റെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും പാൽപ്പാട നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് നെയ്യ് എടുക്കേണ്ടത് ഉണ്ട്. ഇനി ഇതിന് ഒരു പാക്കറ്റ് തൈര് ഉറയൊഴിച്ച് വെക്കണം. അതിനു വേണ്ടി ഞാനൊരു പാക്കറ്റ് തൈര് എടുത്തിട്ടുണ്ട്. അത് ഉറയൊഴിച്ച് വെക്കാം. നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്കിത് മൂടിയിട്ട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കി എടുക്കാം. മൂടിയിട്ട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. ഇവിടെ പാൽപ്പാടയിൽ തൈരൊഴിച്ച് ഉറയൊഴിക്കാൻ വെച്ചിട്ട് 2ാമത്തെ ദിവസമാണിന്ന്. മൂടി തുറന്നിട്ട് നോക്കാം അത് എങ്ങനെയാണ് ഉള്ളതെന്ന്. ഒരു സ്പൂൺ എടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ വെണ്ണ വേറെയും മോര് വേറെയുമായി വന്നിട്ടുണ്ട്. 2 ദിവസം ഈ പാൽപ്പാട തൈരൊഴിച്ച് ഉറയൊഴിക്കാൻ വെച്ചിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ്. പിന്നീട് 2-3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിൻ്റെ ആവശ്യം എന്നത് ഇതുപോലെ വെണ്ണ വേറെയും മോര് വേറെയുമായി മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ വെണ്ണ വേറെയുമായി കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. വെണ്ണയെടുക്കാനായി ഈ ഉറയൊഴിച്ച പാൽപ്പാട നമുക്കൊരു 4 തവി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും വെണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു ഒരു പാത്രത്തിൽ തണുത്ത വെള്ളമെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും വെണ്ണ നമുക്ക് ആ 4 തവിയിൽ നിന്നും നമുക്ക് ഇത്രയും വെണ്ണ, ഇതും മാത്രമല്ല, തണുത്ത വെള്ളത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും വെണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെണ്ണ എടുത്തതിന് ശേഷമുള്ള ഈ മോര് നമുക്കൊരു മൺചട്ടിയിൽ ഒഴിച്ച് കൊടുക്കാം. 2ാമതൊന്നും കൂടി 5 തവി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ മൂടിയിട്ട് കൊടുത്ത് നമുക്കൊന്നുകൂടി അടിച്ചെടുക്കണം. 2ാമത് അടിച്ചതിലും ഇത്രയും നമുക്ക് വെണ്ണ അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. 5 തവിയാണ് ഞാൻ ഒഴിച്ചത്. അത്രയും വെണ്ണ നമുക്ക് കിട്ടിയിട്ട് ഇതും കൂടി നമുക്ക് ആ തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ഉറയൊഴിച്ച പാൽപ്പാട അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും വെണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇത്രയും മോരും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുക്കണം. നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഇതിങ്ങനെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ കഴുകിയാണ് വേണ്ടത്. ഇതിൻ്റെ പുളിരസം പോകാനാണ് കഴുകിയെടുക്കുന്നത്. അല്ലെങ്കിൽ വെണ്ണ ചീത്തയായി പോകും.
ഇതിന് ശേഷം നമുക്ക് നെയ്യെടുക്കാം. നല്ല വെള്ളമൊഴിച്ച് ഒരിക്കൽ കൂടി കഴുകിയെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ വെണ്ണ കഴുകിയെടുക്കുക. ഈ പാൽപ്പാട് അത്രയും അടിച്ചെടുത്ത് കഴുകിയെടുത്തതിന് ശേഷം ഇത്രയും വെണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് നല്ല നെയ്യാക്കിയെടുക്കാം. നെയ്യുണ്ടാക്കുവാനായി ഒരു വായുവട്ടമുള്ള പാത്രത്തിൽ വെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് സ്റ്റൗ കത്തിച്ച് ഉരുക്കിയെടുക്കാം. ഒരു തവി കൊണ്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. വായുവട്ടമുള്ള അതുപോലെ കുഴിയുമുള്ള പാത്രത്തിൽ വേണം ഇത് ഉരുക്കിയെടുക്കുവാൻ. ഇത് പതഞ്ഞ് പൊന്തുന്നത് കൊണ്ടാണ് നല്ല വണ്ണമുള്ള പാത്രത്തിൽ എടുക്കണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും, ഇത് നല്ലതുപോലെ പതഞ്ഞ് പൊന്തി വരുന്നുണ്ട്. ഇങ്ങനെ പത വരുന്നുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പതഞ്ഞ് പൊന്തി പുറത്തേക്ക് തൂവാൻ ചാൻസ് ഉണ്ട്. നല്ലപോലെ പത വന്ന് വരുന്നുണ്ട്. ഇനി ഈ പതയൊന്ന് തണുത്ത് വരണം. ആദ്യം വെള്ള കളറിലായിരുന്നു പത വന്ന് പൊങ്ങി വന്നത്. ഇപ്പോൾ ഇതൊരു യെല്ലോ കളറായി വരുന്നുണ്ട്. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് കുറച്ചുകൂടി പത അടങ്ങാനുണ്ട്. അപ്പോഴേക്കും നമുക്ക് തീ ഓഫാക്കി നെയ്യ് എടുക്കാം. ആദ്യം പത പൊങ്ങി വന്നത് വെള്ള കളറിലായിരുന്നു. ഇപ്പോൾ അത് അടങ്ങി യെല്ലോ കളറിലായി വരുന്നുണ്ട്. പതയൊന്ന് ഈ യെല്ലോ കളറിലുള്ള പതയൊന്ന് അടങ്ങി വരണം. നെയ്യ് ആയി വരുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. കുറച്ചും കൂടി ആയി വരാനുണ്ട്. നെയ്യ് ഇവിടെ റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പതയൊക്കെ അടങ്ങി വരുന്നുണ്ട്. ഇനി ഈ ചൂടിൽ കുറച്ചുകൂടി ആയി വരും. ഈ പാത്രത്തിൻ്റെ ചൂടിൽ കുറച്ചുകൂടി നെയ്യ് ആയി വരും. നെയ്യ് പാകമായോ എന്ന് അറിയുവാൻ വേണ്ടിയുള്ള ഒരു ട്രിക്കാണിത്. അത് ഞാൻ പറഞ്ഞു തരാം. ഒരു ബൗളിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് ഒരു തുള്ളി നെയ്യ് ഇട്ടിച്ചു കൊടുക്കുക. അത് പരക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ആയി എന്നാണ് അർത്ഥം. നെയ്യ് റെഡിയായി എന്നാണ് അർത്ഥം. പരക്കുന്നുണ്ടെങ്കിൽ നെയ്യ് ശരിക്കും പാകമായി വന്നിട്ടില്ല എന്നാണ് അർത്ഥം. നെയ്യ് ഇവിടെ റെഡിയാണ്. അത് ഞാൻ 2 ജാറിലേക്ക് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും നെയ്യ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.